ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കബീർദാസിനെ പറ്റി പഠിച്ചു. ഇനി കബീർദാസിൻ്റെ ദോഹ നമുക്ക് നോക്കാം. ഇപ്പോഴും കബീർദാസിൻ്റെ ദോഹ പ്രാസംഗികമാണ്, ഇപ്പോഴും അത് റിലവൻ്റ് ആണ്. നമ്മൾ വിചാരിക്കും ഇതെന്തിനായി കബീർദാസിനെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. പക്ഷെ ഇപ്പോഴും ഓരോരോ കാര്യങ്ങൾ, പണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും പ്രാക്ടിക്കലായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും കബീർദാസിൻ്റെ ദോഹ പഠിക്കുന്നത്. അപ്പോൾ ദോഹ, കബീർദാസ് की दोहा हम किस ग्रंथ से लिया गया है? ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ആകെ ഒരു കാര്യമായിട്ട് ഒരു ഗ്രന്ഥം എഴുതിയിട്ടുള്ളൂ, ബീജക്. तो बीजक से लिया गया है. बीजक को 3 भागों में बांटा गया है, സാക്കി, സബൽ और രമേനി. അപ്പോൾ സാക്കി എന്നാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുറേ രചനകൾ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് എഴുതിയ ദോഹകളിൽ ഏറ്റവും കൂടുതലുള്ളത് സാക്കിയിലാണ്. ഓക്കെ, സാക്കിയിലാണ് ഈ ദോഹകൾ നമുക്ക് എന്താ ഒരു മെസ്സേജ് എന്ന് പറയുന്ന രീതിയിൽ എന്താ കേൾക്കുന്ന ആൾക്ക് ഒരു മെസ്സേജ് എന്ന രീതിയിലുള്ള ദോഹകൾ ഏതിലാണ് ഉള്ളത്? സാക്കിയിലാണ് ഉള്ളത്. അപ്പോൾ സാക്കിയിലുള്ള ദോഹയാണ് നമ്മളിപ്പം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കബീർദാസിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് എന്തുകൊണ്ട് നമ്മൾ പ്രാസംഗിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, कबीरदास की ग्रंथ किसने लिखा? कबीरदास की ग्रंथ धर्मदास ने लिखा. ധർമ്മദാസ് മാത്രമല്ല, കബീർദാസിന് കുറേ ശിഷ്യന്മാരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ധർമ്മദാസാണ് ഇത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് എല്ലാ ശിഷ്യന്മാരുടെ അടുക്കൽ നിന്നും അവരെഴുതിയ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് അത് പബ്ലിഷ് ചെയ്തത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബുക്കായിട്ട് എഴുതിയത് ആര്? ധർമ്മദാസാണ്. ഓക്കെ, അപ്പം ഒരു സ്ഥലത്ത് ഏക് ജഗഹ് में नहीं रहता, वो हमेशा घूमता रहता है, समाज की प्रश्नों को ढूंढता है. ഈ സൊസൈറ്റിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് और उसके ऊपर आवाज़ उठाते हैं. എന്നിട്ട് അതിനെതിരെ ഒച്ച എടുക്കുക വെച്ചാൽ ഒച്ച എടുക്കുകയല്ല, ആവാസ് ഉഠാനാന്ന് വെച്ചാൽ പ്രവർത്തിക്കുക. ഓക്കെ, അപ്പോൾ ഉनका गुरु का नाम क्या है? रामानंद. അതേപോലെ അതിൽ ഒരു കഥയുണ്ട്, रामानंद उसका गुरु है लेकिन उसे गुरु उसका शिष्य स्वीकार नहीं किया है क्योंकि वो जाति से भिन्न है. രാമാനന്ദ് ഗുരുവാണ്, പക്ഷേങ്കിൽ ഗുരുവായിട്ട് രാമാനന്ദ് സ്വീകരിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ഏകലവ്യൻ ചെയ്ത പോലെ തന്നെ മനസ്സിൽ ആ ഗുരുവിനെ സങ്കല്പിച്ചിട്ട് മുന്നോട്ട് പോയ ഒരാളാണ് കബീർദാസും. ഒരിക്കൽ പോലും രാമാനന്ദ് കബീറിനെ കാണുമോ അല്ലെങ്കിൽ ഒന്ന് ഉപദേശിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേങ്കിൽ അയാളെ റോൾ മോഡലാക്കിയിട്ട് കബീർ മുന്നോട്ട് പോയ കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് യൂട്യൂബിൽ ഒരു ഫിലിം, സന്ത് കബീറിൻ്റെ ഫിലിമാണ്. അതിൻ്റെ ഇത് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കബീറിൻ്റെ ആ ഒരു കഥ നമുക്ക് ഇതിനകത്ത് നേരിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സീൻ എന്ന് വെച്ചാൽ कबीर को किसी एक विधवा ब्राह्मणी ने लहरतारा नामक तालाब के किनारे छोड़कर चले गए और वहाँ से नीरू नीमा नामक दंपति, जुलाहा दंपति वहाँ से उठाकर उसका पालन पोषण करते हैं. ഓക്കെ, ആ സീൻ ഓർമ്മയില്ലേ? ഒരു വിധവാ ബ്രാഹ്മണി ആ നാട്ടിലുള്ള ലഹർതാര എന്ന് പറഞ്ഞ തലാബിൻ്റെ അരികിൽ ഉപേക്ഷിച്ചിട്ട് പോയപ്പം അവിടുന്ന് നീരു നീമ എന്ന് പറഞ്ഞ ജുലാഹ ദമ്പതി, ഒരു ജാതി പേരാണ്, ജുലാഹ ദമ്പതികൾ അത് ആ കുട്ടീനെ എടുത്തിട്ട് പോയി പിന്നെ വളർത്തുകയാണ്. ഓക്കെ, അതാണ് സീൻ. പിന്നെ നമുക്ക് കബീറിൻ്റെ ദോഹ നോക്കാം. കബീർ നമുക്ക് എങ്ങനെയാണ് ഫേമസ് ആയത്? ഇത്ര ഇപ്പോഴും നമ്മൾ എന്തുകൊണ്ട് ഈ പണ്ടത്തെ ഈ കവിനെ നമ്മൾ പഠിക്കുന്നു നമുക്ക് നോക്കാം. ബുരാ ജോ ദേക്കൻ മേ ചല ബുരാന മിലിയ ഖോയ്, ജോ ദിൽ ഖോജ ആപ്ന മുജെ ബുരാന ഖോയ്. ഇത് നമുക്ക് ടെക്സ്റ്റിലുള്ള ദോഹയല്ല, കബീറിന് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഒരു 3 എക്സാമ്പിൾ എടുത്തതാണ്. ബുരാ ജോ ദേക്കൻ മേ ചല, ഞാൻ മറ്റുള്ളവരെ കുറ്റം നോക്കി പോയതാ അല്ലേ, ഞാൻ മറ്റുള്ളവരെ നന്നാക്കാൻ പോവുകയാണ്. ബുരാന മില്യ ഖോയ്, എനിക്ക് ആരും കുറ്റമുള്ള ആൾക്കാരായിട്ട് തോന്നിയിട്ടില്ല. ജോ ദിൽ ഖോജ ആപ്ന, ഞാൻ എൻ്റെ മനസ്സ് തന്നെ നോക്കി. ഏത് മനസ്സിലാ കുറ്റം? മുജേ ബുരാന കോയി, എന്നെക്കാട്ടും ബുരയായിട്ട് വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. സത്യമല്ലേ? നമ്മളുടെ കുറ്റമൊക്കെ മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരെ കുറ്റം കാണാനാണ് നമുക്ക് താല്പര്യം.
നമ്മളുടെ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ അത് നോക്കി അതിനെ നല്ലതാക്കാൻ നമ്മൾ ശ്രമിക്കില്ല, അല്ലെങ്കിൽ ശ്രമിക്കില്ല അല്ലേ. അപ്പം എന്താ ചെയ്യുന്നത്? ജബ് മൈ സംസാർ മേ ബുറായി ഖോജ്നെ ചലാ, ഞാൻ ഈ ലോകത്ത് ആരാണ് തെറ്റ് ചെയ്യുന്നത് അല്ലേ അവരെ ഉപദേശിച്ച് നന്നാക്കാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് അല്ലേ. തോ മുझे कोई बुरा न मिला, എനിക്ക് ഒരാളെ പോലും ചീത്തയായിട്ട് തോന്നിയിട്ടില്ല. ജബ് മാനെ അപ്നെ മൻ മേ ജാങ്ക, ഞാൻ എൻ്റെ മനസ്സിലൊന്ന് എത്തി നോക്കി, ജാങ്കാന്ന് വെച്ചാൽ എത്തി നോക്കാം. ദേഖാ തോ പായാ കി മുझसे बुरा कोई नहीं है, എന്നെക്കാട്ടിയും ബുര ആയ ഒരാളും ഇല്ല. എൻ്റെ മനസ്സിലാണ് അസൂയയും കുശുമ്പും എല്ലാം ഉള്ള അഹം എന്ന ഭാവവും അല്ലെ. ഞാൻ എൻ്റെ കാര്യം നോക്കിയാൽ പോരെ, അല്ലെങ്കിൽ ഞാൻ എന്തിനാ മറ്റുള്ളവരെ കാര്യം നോക്കുന്നത്? കബീർ പറയാണ് ആദ്യം സ്വയം നന്നാകുക, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കുക. അപ്പോൾ ആദ്യം എങ്ങനെ ആയിരിക്കണം? മറ്റുള്ളവർക്കൊരു റോൾ മോഡലായ രീതിയിൽ ആദ്യം ജീവിച്ച് കാണിച്ചു കൊടുക്കണം. എന്നിട്ടാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുമെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിപ്പോഴും പ്രാവർത്തികമാണ് ഈ ദോഹ. മറ്റുള്ളവരെ പറ്റി ചിന്തിക്കേണ്ട ആദ്യം സ്വയം നന്നാകുക. അടുത്ത നമുക്ക് നോക്കാം. പോത്തി പടി പടി ജഗ്മുआ പണ്ഡിത് ഭയാനക് ഹോയെ, 2.5 അക്ഷർ പ്രേം കാ പടേ സോ പണ്ഡിത് ഹോയെ. അതേപോലെ വലിയ വലിയ പുസ്തകങ്ങൾ, ബുക്സ് അല്ലേ, പുസ്തകങ്ങൾ പഠിക്കുന്ന ആൾ അല്ലെ പഠിച്ച ആൾ വലിയ പണ്ഡിതനൊന്നും ആവില്ല അല്ലേ. നമുക്കറിയാം ചില ആൾക്കാർക്ക് ഭയങ്കര പഠിച്ച് വലിയ വിദ്യാഭ്യാസം കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് എന്തും കൂടി കൂടണം, വിനയം അല്ലേ, നമ്മളെല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യണം. അത്രയും അത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ട് ആൾക്കാർ സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ അയ്യോ ഒന്നുമല്ല എന്നുള്ള ഭാവത്തിലായിരിക്കും. ഓക്കെ, അപ്പോൾ വലിയ വലിയ പുസ്തകങ്ങൾ പഠിച്ചിട്ട് ഭയങ്കര ഹെഡ് വെയിറ്റ് ആണെങ്കിൽ അതിനെ കൊണ്ട് ഒരു കാര്യമില്ല അല്ലേ. അത് മറ്റുള്ളവർക്ക്, അവർ പുസ്തകം പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ അതേപോലെ ഈ പുസ്തകങ്ങൾ പഠിച്ചില്ലെങ്കിലും ഈ സ്നേഹിക്കാൻ അറിയുകയാണെങ്കിൽ അല്ലെ, മറ്റുള്ളവരെ സഹായിക്കാൻ അറിയുകയാണെങ്കിൽ, മറ്റുള്ളവരോട് സഹാനുഭൂതി ഉണ്ടെങ്കിൽ അവനാണ് പണ്ഡിതൻ. അല്ലാണ്ട് വലിയ വലിയ പുസ്തകങ്ങൾ പഠിച്ചുകൊണ്ട് ആരും പണ്ഡിതൻ ആകില്ല. ओके, अपन पढ़ी पढ़ी पुस्तकें पढ़कर संसार में कितने ही लोग मृत्यु के द्वार पहुंच गए, पर सभी विद्वान न हो അല്ലേ. എത്രയോ ആൾക്കാർ വലിയ വലിയ പുസ്തകങ്ങളൊക്കെ പഠിച്ചിട്ട് അവർ മരിച്ചു പോയിട്ടുണ്ട്, അവർ വലിയ പണ്ഡിതന വിദ്വാനൊന്നും അല്ല. കബീർ മാനത്തെ ഹേ, കബീറിനനുസരിച്ച് कि यदि कोई प्रेम या प्यार के केवल 2.5 अक्षर, ഈ പ്രേമം പ്യാറിൻ്റെ 2.5 അക്ഷരം, 2 അക്ഷരം 2.25 की अच्छी तरह पढ़ ले, अर्थात प्यार का वास्तविक रूप पहचान ले, तो वही सच्चा ज्ञानी है. प्यार എന്ന് വെച്ചാൽ നമ്മൾ ആ ഒലിപ്പിയിലല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുക, ഒരു മനുഷ്യത്വം ഉണ്ടാവുക, അങ്ങനെയുള്ള മാനവീയ ഗുണങ്ങളുള്ള ആൾക്ക് മാത്രമേ ആരാവാൻ പറ്റൂ, ഒരു വിദ്വാനാവാൻ പറ്റൂ. കുറേ ബുക്ക് വായിച്ചിന് ഞാൻ സംഭവമാണെന്ന് വെച്ച് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവരാരും പണ്ഡിതരും ആവില്ല. ഒരാൾക്കും ഒരു ഉപകാരം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പുസ്തകമൊക്കെ വായിക്കുന്നത്? ഒരാൾ ആ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ, ഖുർആൻ വായിക്കുക അല്ലെ ബൈബിള് വായിക്കുക, ഗീത വായിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് അത് വായിച്ചിട്ട് കാര്യമുണ്ട്. അല്ലാണ്ട് അത് അയാൾ തന്നെ വായിച്ച് അയാൾക്ക് തന്നെ മനസ്സിലായി, ഓക്കെ, അയാളുടെ ഒരു വ്യക്തി അതിൽ തന്നെ പറയുന്നുണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാട്ടോ. काल करे सो आज करे सो अब, പൽമേ പർലേ ഹുയേഗി ബഹുരി കരേഗ കബ്. ഇത് നിങ്ങൾ +1 +2 പഠിച്ചിട്ടുണ്ടാവും. ഇത് ഞാൻ കഴിഞ്ഞ ഒരു അസൈൻമെൻറ്റ് വന്നിട്ട് ആകെ ഒരു 4-5 ആൾക്കാർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവർക്ക് മാത്രമേ ഇൻറ്റേർണൽ എക്സാം ഉണ്ടാവും. ഇൻറ്റേർണൽ എക്സാം അല്ല, ഇൻറ്റേർണൽ മാർക്ക്. ठीक है, तो काल करे सो आज करे सो अब, पल में परले होएगी बहुरी करेगा कब. कबीरदास जी समय की महत्ता बताते हुए कहते हैं, സമയത്തിനെ പറ്റിയിട്ട് പറയാണ് कि जो कल करना है उसे आज करो, और जो आज करना है उसे अभी करो. നാളെ ചെയ്യേണ്ട കാര്യം ഇപ്പം ചെയ്യാം. ഓക്കെ, നാളെ സമയമുണ്ടല്ലോ, നാളെയല്ലേ പറഞ്ഞേ, അതിപ്പോൾ ചെയ്യാം.
അബി ജോ ആജ് കർണ ഹെ, ഇന്ന് ചെയ്യേണ്ട കാര്യം അതാ ഇപ്പം തന്നെ ചെയ്യുക. ഉസെ അബി കറോ, കുച്ച് ബി സമയമേ ജീവൻ ഖത്തം ഹോ ജായേഗ. ഈ നമ്മളെ ടൈം എന്ന് പറഞ്ഞാൽ എത്ര വേഗമെന്നറിയോ പോവുക. അതൊന്നും ആർക്കും പിടിച്ചു നിർത്താനോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ആ സമയം വീണ്ടും വരുമോ ഒന്നുമില്ല. तो क्या करना चाहिए हमें? तो आज का जो काम है तो अभी करना चाहिए, जो कल का काम है आज करना चाहिए, और किसी दिन के लिए रुकना नहीं चाहिए. എന്താ നമ്മളെല്ലാം അവസാനമാണ് പരീക്ഷയ്ക്ക് പഠിക്കുക. സമയമുണ്ടല്ലോ, പരീക്ഷേൻ്റെ 2 ദിവസം മുന്നേ പഠിക്കുക. എന്നിട്ടോ അന്നേരം നമുക്ക് തോന്നും എന്ത്, അയ്യോ കുറച്ചും കൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി പഠിക്കാമായിരുന്നു അല്ലേ. അതെപ്പോഴും എല്ലാവർക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം എന്താ വേണ്ടത്? കബീർ ഇത് നിങ്ങൾക്ക് വേണ്ടി പറയാണ്. കാൽ കരേ സോ ആജ് കർ, ആജ് കരേ സോ അബ്, പൽ മേ പർലേ ഹോയേഗി ബഹുരി കരേഗ കബ്. ഉസേ അബി കറോ, കുച്ച് ബി സമയമേ ജീവൻ ഖത്തം ഹോ ജായേഗ. കുറച്ച് സമയം അല്ലേ കഴിഞ്ഞാൽ നമ്മളെ ജീവിതം നശിച്ചു അല്ലെങ്കിൽ ഇല്ലാണ്ടാവും. ഫിർ തും ക്യാ കർ പാओगे. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് നിങ്ങൾ ചെയ്യാനാണ്? നമുക്ക് ചെയ്യാനുള്ള ടൈം കഴിഞ്ഞു അല്ലേ. നമുക്കൊരു ടൈം തരും, അതിൽ നമ്മൾ ഷൈൻ ചെയ്യണം. അതിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ടൈമിൽ ചെയ്തിട്ട് നമ്മൾ കാര്യം കഴിഞ്ഞിട്ട് എത്ര ടൈം ഉണ്ടാവും നമുക്ക് ബാക്കി? നമ്മൾ കൃത്യമായിട്ട് കാര്യം ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യാൻ നമ്മൾ മെനക്കെടുകയില്ല. അതാണ് കബീർ പറയുന്നത്. അതേപോലെ കബീർ ഈശ്വരനെക്കാട്ടിയും കൂടുതൽ ഗുരുവിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലേ. ഒന്നാമത് എന്താ, നിർഗുൺ ഭക്തി ശാഖയാണ്, ജ്ഞാനാശ്രീ ശാഖയിലെ കവിയാണ്. അപ്പം നിർഗുൺ ഭക്തി ശാഖയിൽ ഈശ്വരൻ്റെ രൂപമൊന്നുമില്ല, പക്ഷേ എങ്കിൽ എന്താ ഉസ്കി ആകാർ രൂപ് നെഹി ഹോത്താ ഹെ. और ഗുരു, ഇതിൽ ഗുരുവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. ഗുരുവാണ് ഈശ്വരനേക്കുള്ള വഴി കാണിച്ചു തരുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പം गुरु को महत्व दे के कबीरदास ये दोहा लिखते हैं. गुरु गोविंद दोऊ खड़े काके लागू पाए, ബലിഹാരി ഗുരു ആപ്പനെ ഗോവിന്ദിയോ ബതായെ. അപ്പോൾ ഇവിടെ ഗുരുവും ഗോവിന്ദും രണ്ടാളും ഗുരു എന്ന് വെച്ചാൽ ടീച്ചറും ഒരു എന്താ ഈശ്വരനും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ ആരുടെ കാലാണ് ആദ്യം തൊട്ട് വന്ദിക്കുക? ആരുടെ കാലാണ് ആദ്യം തൊട്ട് വന്ദിക്കുക? അപ്പോൾ കബീർ പറയാണ്, ഞാൻ എന്താ ചെയ്യും? ഞാൻ എന്താ ഗുരുവിൻ്റെ കാലം ആദ്യം തൊട്ട് വന്ദിക്കുകയുള്ളൂ. ക്യോങ്കി ഗുരുവിനെ ഹി ഈശ്വർ കെ ബാരേമേ ബതായ. എന്തുകൊണ്ട്? ഗുരുവാണ് ഈശ്വരനെ പറ്റി എനിക്ക് പറഞ്ഞു തന്നത് അല്ലേ. അതുകൊണ്ട് ഞാൻ ആരുടെ കാലാണ് ആദ്യം തൊട്ട് വന്ദിക്കുക? ഗുരുവിൻ്റെ കാലാണ്. ഗുരു ഗോവിന്ദ് ദോ ഖടേ കാക്കേ ലാഗു പായി, ബലിഹാരി ഗുരു ആപ്പിനെ गोविंद ये बताए. गुरु और गोविंद एक साथ खड़े हो तो किसे प्रणाम करना चाहिए? ആരെയാണ് പ്രണമിക്കുക അല്ലെ? ആരെയാണ് കാല്? കാക്കെ ലാഹു പായ, പായ എന്ന് വെച്ചാൽ കാലം. गुरु को अथवा गोविंद को ऐसी स्थिति में गुरु के श्री चरणों में शीश झुकाना उत्तम है. ഗുരുവിൻ്റെ കാല് തൊട്ട് വന്നിക്കുന്നതാണ് ഏറ്റവും നല്ലത്. जिसकी कृपा रूपी प्रसाद से गोविंद का दर्शन करने का सौभाग्य प्राप्त है. അങ്ങയുടെ കൃപ കൊണ്ടാണ്, ഗുരുവിടെ കൃപ കൊണ്ടാണ് എനിക്ക് ഈശ്വരനെ പറ്റി അറിവ് ലഭിച്ചതും ഈശ്വരനെ എനിക്ക് അടുത്തറിയാൻ പറ്റിയതും. അതുകൊണ്ട് ഞാൻ ആരെ കാല തൊട്ട് വന്ദിക്കുക? ഗുരുവിൻ്റെതാണെന്ന് പറയാണ്. അപ്പം ഇത്രയും ദോഹ നമുക്ക്, ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ദോഹയാണ്. ഇത് നിങ്ങൾക്ക് ക്ലാസ്സിലില്ല, പക്ഷേങ്കിൽ എന്താ കബീറിനെ പറ്റി അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് കബീർ? ഓക്കെ, എഡ്യൂക്കേറ്റഡ് ഒന്നുമല്ല കബീർ, അറിയാം, അൺപഡ് ഹേ കബീർ, എന്നാൽ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്നു. അപ്പോൾ എഡ്യൂക്കേഷൻ ഓക്കെ വേണം, നമുക്ക് ബേസിക്കാണ്. അതിലും കൂടുതൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എന്താ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു മനസ്സുണ്ടായിരിക്കണം അല്ലേ. ഓക്കെ, അത് നിങ്ങൾക്ക് അപ്പോൾ നമുക്ക് നമ്മളുടെ ടെക്സ്റ്റിലുള്ള ദോഹയിലോട്ട് പോവാം. ഓക്കെ. सद्गुरु की महिमा आनंद किया उपकार, लोचन आनंद उघारिया आनंद दिखवा नहार. സദ്ഗുരു കി മഹിമ. അപ്പോൾ സദ്ഗുരു കി മഹിമ എന്ന് വെച്ചാൽ ആരെ മഹിമേനെ പറ്റിയിട്ട് അവിടെ പറയുന്നത്? സദ്ഗുരു കി മഹിമ കെ ബാരേമേ കെഹ്റ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു ദോഹ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ എഴുതുകയാണെങ്കിൽ ഫസ്റ്റ് ആരെ പറ്റിയിട്ടാണ് നമ്മൾ എഴുതുക? 2 ലൈന് കബീർദാസിനെ പറ്റി എഴുതും.
ഓക്കെ, പിന്നത്തെ എഴുതേണ്ടത് വിഷയമാണ്. ഏത് വിഷയത്തെ പറ്റിയിട്ടാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? ഗുരുവിൻ്റെ മഹത്വം. സെക്കൻഡ് ലൈൻ എന്താ എഴുതുക? ഗുരു കി മഹത്വം. അപ്പോൾ ഫസ്റ്റ് ലൈൻ എന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് പറയാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലൈനിൽ നമ്മൾ പറയാം, കബീർ ദാസ് കാ ജന്മ ഭക്തി കാൽ के निर्गुण भक्ति शाखा के ज्ञानाश्रय शाखा में हुआ है और പിന്നെ उनका गुरु का नाम है रामानंद और उनकी भाषा सदकड़ी है. അപ്പോൾ മതി, ഒരു 3-4 ലൈൻ മതി. പിന്നെ നമുക്ക് എഴുതുക, ഇസ് ദോഹേ മേ കബീർ ഗുരു കി മഹത്വ കെ ബാരെ മേ കഹ രഹേ ഹെ. അത് രണ്ടാമത്തെ ലൈൻ, മീൻസ് രണ്ടാമത്തെ പാരഗ്രാഫായിട്ട് എഴുതുക. ഗുരു കി മഹത്വ കെ ബാരെ മേ കഹ രഹേ ഹെ. പിന്നെ എഴുതേണ്ടത് ഇതിൻ്റെ ഭാവാർത്ഥാണ്. സദ്ഗുരു കി മഹിമ അനന്ത് ഹെ. അത് നമുക്ക് നോക്കാം ഭാവാർത്ഥത്തിലൂടെ. ഇതിൻ്റെ ഭാവാർത്ഥം എന്താണെന്ന് വെച്ചാൽ, കബീർ कहते हैं कि सतगुरु की महिमा का वर्णन शब्दों में नहीं किया जा सकता. നമുക്ക് നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാനൊന്നും പറ്റൂല. ശബ്ദ എന്താ കിസി इसकी महिमा वर्णों में नहीं किया जा सकता. उसका उपहार ही अनंत है. उसने मेरी अनंत दृष्टि खोल दी, जिससे मुझे उस अनंत प्रभु का दर्शन प्राप्त होता है. നമ്മൾ ഗുരു ഗോവിന്ദ് നോക്കിയില്ലേ, അതേപോലെ തന്നെ പറയാണ്, ജിസ്കാ ഉപകാർ അനന്ത് ഹെ, അനന്തമാണ് ഉപകാരം. ഉസ്നെ മേരി അനന്ത ദൃഷ്ടി, എൻ്റെ കണ്ണ് തുറപ്പിച്ചു. അനന്ത ദൃഷ്ടി കോൽ ദി, ജിസ്സെ മുझे ഉസ് ഉന്മദ് പ്രഭു കാ ദർശൻ പ്രാപ്ത് ഹുവാ ഹെ. അതുകൊണ്ട് എൻ്റെ കണ്ണ് തുറപ്പിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈശ്വരനെ കാണാൻ പറ്റിയെന്ന് പറയാണ്. ठीक है. ലോചൻ അനന്ത് ഉഘാരിയെ അനന്ത് ദിഖാവനാഹാർ. അപ്പോൾ ഇവിടെ പറയണം, എൻ്റെ ലോചൻ എന്ന് വെച്ചാൽ ഗുരു അപ്നി ഗുരുവിനെ ക്യാ കിയാ ഹെ. ലോചൻ എന്ന് വെച്ചാൽ കണ്ണുകൾ അല്ലേ, തുറപ്പിച്ചു. अंधकार से प्रकाश की ओर ले गया कौन? गुरु. अंधकार से പ്രകാശ് की ओर ले गया. എന്നെ ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? ഗുരുവാണ്. എന്നിട്ടാണ് എനിക്ക് ആരെ പറ്റി പറഞ്ഞു തന്നത്? അനന്ത് ദിഖ്വാൻ ഹാർ എന്ന് വെച്ചാൽ അനന്തമായ ഈശ്വരനെ പറ്റി അല്ലെങ്കിൽ പരമാത്മാവിനെ പറ്റി എനിക്ക് പറഞ്ഞു തന്നത്. ആരാണ് പറഞ്ഞു തന്നത്? ഗുരുവാണ് പറഞ്ഞു തന്നത്. അനന്ത് കിയ ഉപകാർ എന്ന് വെച്ചാൽ ഉപഹാരം. അത്രയ്ക്കും നമുക്ക് പറഞ്ഞാൽ തീരാത്തത്ര ഉപഹാരങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. ഗുരുവാണ് അസീം. ഗുരു ഹെ സബ്സെ सबसे श्रेष्ठ. गुरु के बारे में ये इस दोहे में कहा गया है. എൻ്റെ കണ്ണ് തുറപ്പിച്ചത് ഗുരുവാണ്. ഗുരുവാണ് എനിക്ക് ഈശ്വരൻ്റെയൊക്കെ അടുത്തുള്ള ഈശ്വരന് അടുത്ത് എങ്ങനെ എത്തിച്ചേരാം എന്ന് മാർഗം നിർദ്ദേശിച്ച് തന്നത്. ഈശ്വരൻ്റെ അടുത്ത് മാത്രമല്ല, പല കാര്യങ്ങളും ഗുരുവാണ് എനിക്ക് പറഞ്ഞു തന്നത്. എനിക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റിയതും ഗുരുവിൻ്റെ ഉപദേശം കൊണ്ടാണെന്ന് ഈ ദോഹയിൽ കബീർദാസ് പറഞ്ഞു തരികയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ? ഫസ്റ്റ് കബീറിനെ പറ്റി എഴുതുക, പിന്നെ വിഷയമാണ്, പിന്നെ ഈ 2 ലൈനിൻ്റെ ഭാവാർത്ഥം. तो क्या कहा है कबीर यहाँ पे? गुरु के महत्व के बारे में कहा है. बहुत सारे उपदेश किसने दिया? उपकार के रूप में गुरु ने दिया है, जिससे मेरी आंखें खोल गए हैं, जिससे अंधकार से मैं रोशनी की ओर बढ़ गई है. मुझे ज्ञान की प्राप्ति हो गई है और मैं ईश्वर तक पहुंच चुका हूँ. ठीक है, മനസ്സിലായില്ലേ? അടുത്ത 7 समुद्र की मसी करे लेकिन सब भराई, धरती सब कागज करे हरि गुण लिख ना जाए. ഇതിലും എന്താ പറയുന്നത്? ഗുരുവിൻ്റെ മഹത്വത്തെ പറ്റിയിട്ട് തന്നെയാണ് പറയുന്നത്. 7 സമുദ്രങ്ങൾ 7 സമുദ്രങ്ങൾ അത് എന്തായിട്ട് എടുക്കണം? മഷിയായിട്ട്. ഓക്കെ, എന്താ ഈ 7 സമുദ്രത്തിൻ്റെ വെള്ളം എന്തായിട്ട് എടുക്കണം എന്ന കബീർ പറയുന്നത്? മഷിയായിട്ട് എടുത്താലും. ലേഖനി സബ് ഭരായി. എന്താണ് ലേഖൻ? എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആരെ പറ്റിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട്?
ആരെ പറ്റിയിട്ട് എഴുതാൻ വേണ്ടി, ഗുരുവിൻ്റെ മഹിമയെ പറ്റി എഴുതാൻ വേണ്ടിയിട്ട് എടുത്താലും ധർത്തി സബ്, നമുക്ക് മഷി മാത്രം പോരാ, എഴുതാൻ ഒരു പേപ്പർ വേണ്ടോ. അപ്പോൾ ധർത്തീനെ എന്തായിട്ട് എടുക്കുകയാണ്, പേജ് ആയിട്ട് എടുക്കുകയാണ്. എന്നാൽ പോലും ഹരി ഗുണ ലിഖ്ന ജായേ, ആ ഗുരുവിൻ്റെ മഹിമ അല്ലെങ്കിൽ ആ ഗുരുവായി കാണുന്ന ഈശ്വരൻ്റെ മഹിമ എഴുതി തീർക്കാൻ പറ്റില്ല. മനസ്സിലായോ? എന്തായിട്ട് എടുക്കണം, ഈ സാത്ത് സമുദ്രം എന്ന് വെച്ചാൽ വെള്ളം എന്തായിട്ട് എടുക്കും, മഷി. അപ്പം എത്ര മഷി ഉണ്ടാവും അല്ലേ. അതേപോലെ എഴുതാൻ നമ്മൾ എന്തായിട്ട് എടുക്കും, എഴുതാൻ സംസാർ ലോകത്തെ നമ്മളത് പേജാക്കി മാറ്റുകയാണ്. കബീർ എക്സാമ്പിൾ പറയാണ്. എന്നാൽ അത് മതിയാവില്ല, ആ മഷി കൊണ്ടോ അല്ലെങ്കിൽ ആ പേജ് കൊണ്ടോ ഒന്നും നമുക്ക് ഈ ഗുരുവിൻ്റെ മഹിമ അല്ലെങ്കിൽ ഈശ്വരൻ്റെ മഹിമ എഴുതി തീരൂല എന്നാണ് പറയുന്നത്. കബീർ कहते हैं कि यदि सातों समुद्र की स्याही बना डालूं, स्याही എന്ന് വെച്ചാൽ മഷി, സാരെ ബൻരാജി की लेखनी എഴുതാൻ വേണ്ടിയിട്ട്, ലേഖനി എഴുതാൻ വേണ്ടിയിട്ട്, പുഴത്തി എഴുതാൻ വേണ്ടി, സാരി പൃഥ്വി കോ കാഗസ് കെ രൂപ മേ ഗ്രഹൺ കരൂ, ഈ പൃഥ്വിനെ പേപ്പറായിട്ട് നമ്മൾ സങ്കല്പിച്ചാൽ, തോ ബി പ്രഭു കെ ഗുണോ കാ വർണ്ണൻ അസംഭവ ഹെ, പ്രഭുവിൻ്റെ ഗുണത്തെപ്പറ്റി വർണ്ണിക്കാൻ ഇതൊന്നും പോരാന്നാണ് കബീർ പറയുന്നത്. ഗുരു की महिमा अपार है, धरती की सभी कागजों को एकत्रित करके, वन में उपलब्ध सभी वृक्षों की लकड़ी को एकत्रित करके, അപ്പം നമ്മൾ പേനയായിട്ട് കണക്കാക്കുന്നത് വൃക്ഷങ്ങളെയാണ് എഴുതാൻ വേണ്ടിയിട്ട്. करके सातों समुद्रों के पानी की स्याही बना ली जाए तब भी वे कागज लेखनी का साई कम पड़ेगी, गुरु महिमा को लिखने की यह महिमा ही गुरु है. ഇത് എഴുതാൻ ആരാണ് ശ്രമിക്കുന്നത്, ഈ ഈശ്വരനെ പറ്റി ഗുരുവാണ്. അപ്പം ഗുരുവിൻ്റെ മഹിമ എഴുതി തീരാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഗുരു ആരെപ്പറ്റി പറഞ്ഞിരുന്നതു, ഈശ്വരനെ പറ്റി പറഞ്ഞിരുന്നു. ये बात बहुत ही महत्वपूर्ण है कि कबीर साहिबा ने जैसे गुरु की महिमा का वर्णन किया है, वैसे ही गुरु की पहचान के विषय में भी बहुत कुछ बताया है. एक पहचान जो कबीर साहब बताते हैं कि गुरु भाव का भूखा होता है, माया का नहीं. यदि कोई माया में रुचि रखता है तो वह च गुरु है. जो खुद आधा है वो अपने ചേലെ കോ ബി ആധാ കർ ദേത്താ ഹെ. നല്ലൊരു ഗുരുവിനെ നമുക്ക് കിട്ടണം അല്ലേ. പകുതി നമ്മൾ പറയില്ലേ, എന്താ പറയുക, അല്പജ്ഞാനി, കുറച്ച് ജ്ഞാനമുള്ള ആൾ അല്ലേ, പക്ഷെ അവർക്കാണ് ഏറ്റവും കൂടുതൽ എന്തോ സംഭവമാണ്, എനിക്ക് കുറച്ചൊക്കെ അറിയാം. അയാളൊന്നും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗുരു ആവാൻ ചാൻസ് ഇല്ല. എല്ലാത്തിനെയും പറ്റി ഒരു ഡീപ്പ് നോളജ് ഉണ്ടായിരിക്കണം, പറഞ്ഞു കൊടുക്കാൻ ഉള്ള കഴിവുണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ നല്ലൊരു ഗുരുവായിട്ട് മാറാൻ പറ്റും. ശിഷ്യന്മാരുടെ ലൈഫിൽ നല്ലൊരു ഇൻഫ്ലുവൻസ് ആയിട്ട്, ഒരു മെൻറ്ററായിട്ട് മാറാൻ പറ്റും. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്, ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ ആ ലൗകികമായ സുഖത്തിൻ്റെ ബാക്കിൽ, മായ എന്ന് വെച്ചാൽ ആ ലൗകികമായ സുഖത്തിൻ്റെ ബാക്കിലൊന്നും നടക്കരുത് എന്നാണ് ആര് പറയുന്നത്, നമ്മളുടെ കബീർദാസ് പറയുന്നത്. അപ്പം അത്രയും മഹിമ അപാരമാണ്. ഇതൊന്നും പോരാ, ഈ മഹിമ എഴുതി ഫലിപ്പിക്കാമെന്ന് പറയാണ് കബീർ. ഓക്കെ.